കേരളമൊട്ടാകെ ഞെട്ടിച്ച ഒരു വാഹന അപകടമായിരുന്നു അംബിക രഞ്ജിത്ത് ദമ്പതികളുടേത്. കിളിമാനൂരിൽ നടന്ന ഈ വാഹനാപകടത്തിൽ നഷ്ടമായത് 2 കുഞ്ഞുങ്ങളുടെ തുടർ ജീവിതം കൂടിയാണ്. അവിടത്തെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളിലേക്ക്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന മുമ്പ് എന്നെ കൊച്ചുംകുളത്തി വലുതായി കിട്ടണേന്ന് ഞാൻ ദൈവത്തോടെ ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. കാരണം എൻ്റെ കുട്ടിയൊക്കെ ആരും ഇല്ലാതെ വരൂലേ, പിന്നെ ഞാനും കൂടെ ഇല്ലാതെ വന്ന് ആരും കഴിക്കൂല. കരച്ചിൽ ഭയങ്കര വിളിയും കരച്ചിലുമാണ്. എടുത്തോണ്ട് നടന്ന് എൻ്റെ ഊപ്പാട് വരെയാണ്. എൻ്റെ കയ്യിലും ഇരിക്കില്ല, തറയിലും ഇരിക്കില്ല. ഈ കണക്കിന് നടന്ന് ഈ പൊടിക്കുട്ടിയെ കൊണ്ടാണ് ഈ വലിയ വിഷമം. മറ്റൊരു കുഴപ്പമില്ല. നമുക്ക് ഇതിലെന്തെങ്കിലും നീതി കിട്ടുമെന്നുള്ളതാണ് നീതി കിട്ടണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അവരെ ഇതുവരെയും പിടിച്ചില്ല. ഒരാളിനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. മറ്റേ 2 പേരും ഒളിവിലാണ്. അത് പിടിക്കാനുള്ള ശ്രമം എല്ലാവരും കൂടെ ചെയ്ത് അവരെ പിടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങണമെന്ന് ഞാൻ പറയുന്നത്. എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ കണ്ണുനീരില്ല. ഞാൻ കരഞ്ഞ് ഞാൻ ജീവിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കണ്ണുനീര് തന്നെ എനിക്ക് തന്നത്. നല്ലതുപോലെ ഇറങ്ങിപ്പോയ 2 മക്കളെ തിരിച്ചു കയറി വന്ന രംഗം ഓർമ്മിക്കാൻ ഒരു തള്ളയ്ക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ആ കണക്കിനുള്ള ജീവിതമാണ് ഞാൻ മുന്നോട്ട് പോണത്. മാത്രം പോയല്ല അവരെ ജീവിക്കാനുള്ള ആധാരങ്ങളും വസ്ത്രങ്ങളും എല്ലാം വേണ്ടേ. അപ്പം അതിനും കൂടെ എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കുമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ്. ഈ കൊച്ചുങ്ങളെ ഞാൻ വളർത്തിയെടുക്കുന്ന പാട് എനിക്കും അറിയാം, ദൈവത്തിനും അറിയാം. അത്രയും പാടുപെട്ട് ഞാൻ വളർത്തിയെടുക്കുന്നത്. പൊടി കൊച്ചിൻ്റെ കാര്യമാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മറ്റെങ്ങനെ ഇങ്ങനെ നിന്നൊക്കെ കളിക്കുകയും പറയുകയും ചെയ്യും. പോയിട്ട് വൈകിട്ട് വരുന്ന ആ രംഗം ഓർമ്മിക്കാൻ പോലും പോയി. എൻ്റെ കൊച്ചുങ്ങൾ വണ്ടി നിരപ്പ് വെക്കുമ്പോൾ രണ്ടും കൂടെ ചെന്ന് പടിവാതിൽ ചെന്ന് നോക്കി നിൽക്കുന്ന കാരണം വണ്ടി തന്ത വരുന്നെന്നുള്ളത് പറഞ്ഞോണ്ട് തന്ത വരുമ്പോൾ ഓടിച്ചെന്ന് പടിവാതിൽ നിൽക്കുന്നവരായിരുന്നു. അങ്ങനെ അവർ ചെന്ന് നിന്ന് നോക്കുന്ന രംഗം കണ്ടാൽ എൻ്റെ ഹൃദയം പൊടിഞ്ഞോ വേണ്ടി ചെയ്യുന്നത് അവർ വരുന്നത് കാണുമ്പോൾ. അത്ര ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 3 സെൻറ്റ് പെരേടമാണ് നമുക്കുള്ളത്. നമുക്ക് കൂടുതൽ പെരേടങ്ങളൊന്നുമില്ല. അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടും പെരേടമാണ്. അതിലാണ് നമ്മൾ കഴിയുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ആയിരുന്നു. അവരും എൻ്റെ മക്കളും എല്ലാവരും ഇവിടെ ആയിരുന്നു. വേറെ ഒന്നും എനിക്ക് കൂടുതലൊന്നും പറയാൻ എനിക്കില്ല. എനിക്ക് വാക്കുകളില്ല പറയാൻ. മരണം പോലും തങ്ങളെ വേർപ്പെടുത്താതിരിക്കാൻ അവർ കൊതിച്ചിരുന്നിരിക്കാം. ഒരേ വഴിയിലൂടെ സഞ്ചരിച്ചവർ, ഒരേ സ്വപ്നങ്ങൾ കണ്ടവർ, ഒടുവിൽ യാത്രയായതും ഒരേ വേളയിൽ. ജീവിതയാത്രയിൽ തണലായി നിന്ന ഇരുവരും ഇനി ഈ 6 അടി മണ്ണിൽ ഒന്നിച്ച് വിശ്രമിക്കും. കരളലിയിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നാളെയുടെ വാഗ്ദാനമായ ആ കുട്ടികൾക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ നമുക്ക് സാധിക്കട്ടെ.